നമസ്കാരം സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബദിയടുക്കയിൽ വൻ MDMA വേട്ട. ലക്ഷങ്ങൾ വിലമതിക്കുന്ന MDMAയുമായി 23-കാരൻ പോലീസ് പിടിയിൽ. നിരോധിത ലഹരി വസ്തുക്കൾ തടയിടുന്നതിന് കണ്ണൂർ റേഞ്ച് തലത്തിൽ നടക്കുന്ന കോമ്പിങ്ങിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് MDMAയുമായി യുവാവ് ബദിയടുക്ക പോലീസ് പിടിയിലാക്കുന്നത്. പരപ്പ ബ്ലോക്കിനെ ദേശീയ പുരസ്കാരത്തിന് അർഹമാക്കിയത് സമർപ്പണബോധവും ഉത്തരവാദിത്ത മനോഭാവവും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രധാനമന്ത്രിയുടെ മികച്ച പൊതുഭരണത്തിനുള്ള 2024 ദേശീയ പുരസ്കാരം നേടിയതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അനുമോദന യോഗവും ജനകീയാഘോഷവും ഉദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം ജനറൽ ബോഡി യോഗം നടന്നു. കാഞ്ഞങ്ങാട് നഗരത്തിൽ ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്ന് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. യോഗത്തിൽ വെച്ച് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ പ്രവർത്തക യോഗം കാഞ്ഞങ്ങാട് മേലാങ്കോട്ട് ലയൺസ് ഹാളിൽ വെച്ച് നടന്നു. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം M ഷാജർ ഉദ്ഘാടനം ചെയ്തു. അഴീക്കോടൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 37ാം വാർഷികാഘോഷ പരിപാടികൾക്ക് സമാപനമായി. സമാപന സമ്മേളനം CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് K രാജ്മോഹൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷീരകർഷകരെ സമൂഹത്തിൽ ഉയർന്ന നിലയിലേക്ക് എത്തിക്കുകയെന്ന പ്രയത്നത്തിലാണ് സംസ്ഥാന സർക്കാർ എന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി J ചിഞ്ചുറാണി. ശ്രീ മടിയൻകുലവും നവീകരണ ഫണ്ടിലേക്ക് മടിയൻ കൈനാടൻ വീട് തറവാട് കമ്മിറ്റിയും മടിയൻകുലവും മാതൃസമിതിയും ഫണ്ട് കൈമാറി. മടിയൻകുളം ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച നവീകരണ കമ്മിറ്റി ചെയർമാൻ K വേണുഗോപാലൻ നമ്പ്യാർ ഇരു ഫണ്ടുകളും ബന്ധപ്പെട്ട ഭാരവാഹികളിൽ നിന്നും ഏറ്റുവാങ്ങി. വാർത്തകൾ വിശദമായി. ബദിയടുക്കയിൽ വൻ MDMA വേട്ട. ലക്ഷങ്ങൾ വിലമതിക്കുന്ന MDMAയുമായി 23-കാരൻ പോലീസ് പിടിയിൽ. നിരോധിത ലഹരി വസ്തുക്കൾക്ക് തടയിടുന്നതിന് കണ്ണൂർ റേഞ്ച് തലത്തിൽ നടക്കുന്ന കോമ്പിങ്ങിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് MDMAയുമായി യുവാവ് ബദിയടുക്ക പോലീസ് പിടിയിലാക്കുന്നത്. നിരോധിത ലഹരി വസ്തുക്കൾക്ക് തടയിടുന്നതിന് കണ്ണൂർ റേഞ്ച് തലത്തിൽ നടക്കുന്ന കോമ്പിങ്ങിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് MDMAയുമായി യുവാവ് ബദിയടുക്ക പോലീസ് പിടിയിലാകുന്നത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രതിയുടെ വീട് പരിശോധിച്ചതിലാണ് വീട്ടിൽ നിന്നും 107.090 ഗ്രാം MDMA പിടിച്ചെടുത്തത്. നെക്രാജെ പ്ലാവിൻതോടി സ്വദേശി മുഹമ്മദ് റഫീഖാണ് പോലീസ് പിടിയിലായത്. പോലീസ് കോമ്പിംഗ് ഡ്യൂട്ടി ചെയ്തു വരുന്നതിന്റെ രാവിലെ 7:25 നീർച്ചാൽ എന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് പിടിയിലായ മുഹമ്മദ് റഫീഖിന്റെ വീട്ടിൽ നിരോധിത ലഹരി വസ്തു സൂക്ഷിച്ചതായ വിവരം ലഭിക്കുന്നതും റെയ്ഡ് നടത്തിയതും. പ്രതിയുണ്ടായിരുന്ന മുറി പരിശോധിച്ചപ്പോൾ കട്ടിലിന്റെ ബെഡിനടിയിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു MDMA കണ്ടെത്തിയത്. ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡി IPSന്റെ നിർദ്ദേശപ്രകാരം വിദ്യാനഗർ ഇൻസ്പെക്ടർ വിപിൻ UPയുടെ മേൽനോട്ടത്തിൽ ബദിയടുക്ക പോലീസ് സ്റ്റേഷനിൽ അറ്റാച്ച് ഡ്യൂട്ടി ചെയ്യുന്ന വിദ്യാനഗർ SI പ്രതീഷ് കുമാർ MP, ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ പ്രൊബേഷണറി SI രൂപേഷ്, ഗ്രേഡ് SI രാധാകൃഷ്ണൻ, CPOമാരായ നിജിൻ കുമാർ, രജീഷ് കട്ടാമ്പള്ളി, ഹരിപ്രസാദ്, വനിതാ CPO അനിത എന്നിവർ ചേർന്നാണ് വീട് റെയ്ഡ് ചെയ്തത്. ഗസറ്റഡ് ഓഫീസർ കാസർഗോഡ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അരുണിന്റെ സാന്നിധ്യത്തിലായിരുന്നു പ്രതിയുടെ ദേഹപരിശോധനയും മറ്റ് നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പരപ്പ ബ്ലോക്കിനെ ദേശീയ പുരസ്കാരത്തിന് അർഹമാക്കിയത് സമർപ്പണബോധവും ഉത്തരവാദിത്വ മനോഭാവവും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രധാനമന്ത്രിയുടെ മികച്ച പൊതുഭരണത്തിനുള്ള 2024 ദേശീയ പുരസ്കാരം നേടിയതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അനുമോദന യോഗവും ജനകീയാഘോഷവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരപ്പ ബ്ലോക്കിനെ പ്രധാനമന്ത്രിയുടെ ദേശീയ പുരസ്കാരത്തിന് അർഹമാക്കിയത് സമർപ്പണബോധവും ഉത്തരവാദിത്വ മനോഭാവവുമാണെന്ന് രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. നീതി ആയോഗിന്റെ ആസ്പിരേഷണൽ ബ്ലോക്ക് പദ്ധതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രധാനമന്ത്രിയുടെ മികച്ച പൊതുഭരണത്തിനുള്ള 2024 ദേശീയ പുരസ്കാരം നേടിയതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അനുമോദന യോഗവും ജനകീയ ആഘോഷവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു സമുദ്ധാന പ്രവർത്തനങ്ങളുടെ പ്രശോഭിതമായ പുരോഗതി തെളിഞ്ഞിരിക്കുന്നത്. അതാണ് പരപ്പിൽ കാണുന്നത്.
പരപ്പിലെ സാധാരണ ജനങ്ങൾ, നഗര ജനങ്ങൾ ഇത് നമ്മുടെ അമ്മമാരും സഹോദരന്മാരൊക്കെ വിളിച്ചത്. ആ ഗ്രാമത്തിൻ്റെ ഒരു വിശുദ്ധി എന്ന് പറഞ്ഞാൽ അതിനെ വളരെ ഇപ്പോൾ തന്നെ പറഞ്ഞാൽ രാവിലെ കാര്യങ്ങൾ കിട്ടുന്നു. ഗ്രാമത്തിലുണ്ടായാലും കാര്യങ്ങൾ കിട്ടുള്ളൂ, നഗരത്തിൽ കിട്ടും. പക്ഷേ നാട്ടിൽ നിന്ന് കാര്യങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നതിന് രീതി വളരെ ബ്ലോക്കിലെ വികസന വിടവുകൾ കണ്ടെത്തി സമയബന്ധിതമായി ജനകീയ സഹകരണത്തോടെ നടപ്പിലാക്കിയ മികവുറ്റ പ്രവർത്തനങ്ങളാണ് ബ്ലോക്കിനെ അവാർഡിന് അർഹമാക്കിയതെന്നും ആ അവാർഡ് നാടിന് ബഹുമതി കൂടിയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നാടിന്റെ പുരോഗതിയിൽ ജനകീയ സഹകരണത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണെന്നും ഈ അവാർഡിനായി പരിശ്രമിച്ച ഓരോരുത്തരും അഭിനന്ദനം അർഹിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 426 ആസ്പിറേഷണൽ ബ്ലോക്കുകളിൽ നിന്നാണ് പൊതുഭരണ മികവിനുള്ള 1ാം സ്ഥാനം പരപ്പ ബ്ലോക്ക് നേടിയത്. ആരോഗ്യം, സാമൂഹ്യക്ഷേമം, കൃഷി, സംരംഭകത്വ വികസനം, ഗോത്രവർഗ മേഖലയിലെ ക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങി വ്യത്യസ്ത മേഖലകളിലെ മികവാർന്ന പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. അവാർഡിനായി പരിഗണിച്ച 38 സൂചികകളിൽ 12 സൂചികകളിലും ബ്ലോക്കിന് 100% കൈവരിക്കാൻ കഴിഞ്ഞത് അഭിമാനകരമായ നേട്ടമാണെന്ന് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ പറഞ്ഞു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലാ കളക്ടർ ഇമ്പശേഖർ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി കെ രവി, രാജു കട്ടക്കയം, അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലിൽ, ഗിരിജ മോഹൻ, ശ്രീജ പി, പ്രസന്ന പ്രസാദ്, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും വി കെ രാജൻ, എം പി ജോസഫ്, എൻ പുഷ്പരാജൻ, സി എം ഇബ്രാഹിം, കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, പി ടി നന്ദകുമാർ, പ്രമോദ് വർണം, രാഘവൻ കുലേരി തുടങ്ങിയവർ പങ്കെടുത്തു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഭൂപേഷ് സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സി എം സുഹാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം ജനറൽ ബോഡി യോഗം നടന്നു. കാഞ്ഞങ്ങാട് നഗരത്തിൽ ഫുഡ് ഓവർബ്രിഡ്ജ് സ്ഥാപിക്കണമെന്ന് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. യോഗത്തിൽ വെച്ച് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. കാഞ്ഞങ്ങാട് നഗരത്തിൽ ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്ന് കാഞ്ഞങ്ങാട് പ്രസ് ഫോറം ജനറൽ ബോഡി യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് ടി കെ നാരായണൻ അധ്യക്ഷനായി. അതുപോലെ പാകിസ്ഥാൻ തീവ്രവാദികളുടെ പട്ടാളത്തിന്റെ വീര ജവാന്മാർ, മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, ഫ്രാൻസിസ് മാർപ്പാപ്പ, അതുപോലെ എഴുത്തുകാരൻ ടി വാസുദേവൻ നായർ തുടങ്ങിയ കേരളത്തിലെ എഴുത്തുകാർ, ഈ സമ്മേളന കാലയളവിൽ നമ്മെ വിട്ടുവരുന്ന പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ, സിനിമാ പ്രവർത്തകർ തുടങ്ങി അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ എല്ലാ മനുഷ്യരുടെയും വേർപാടിൽ കാഞ്ഞങ്ങാട് പ്രസ് ഫോറം അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു വേണ്ടിയുമാണ്. പ്രവർത്തന റിപ്പോർട്ട് മുൻ പ്രസിഡന്റ് ടി മുഹമ്മദ് അസ്ലമിന് നൽകി പ്രകാശനം ചെയ്തു. പ്രസ് ഫോറം തിരിച്ചറിയൽ കാർഡ് പുതിയ മെമ്പർമാരായ സജോഷ് അടമ്പിൽ, ടി കെ പ്രഭാകരൻ എന്നിവർക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ബാബു കോട്ടപ്പാറ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഫസ്ലു റഹ്മാൻ വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് കെ എസ് ഹരി പ്രമേയവും അവതരിപ്പിച്ചു. അനുശോചന പ്രമേയവും ഏറ്റവും കൂടുതൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവർക്കുള്ള ഉപഹാരവും കേരള മീഡിയ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ചന്ദ്രിക റിപ്പോർട്ടർ ഫസ്ലു റഹ്മാനുള്ള ഉപഹാരവും പ്രസിഡന്റ് ടി കെ നാരായണൻ സമ്മാനിച്ചു. ടി മുഹമ്മദ് അസ്ലം, എം സുദിൽ, ടി വി മോഹനൻ, മാനുവൽ കുറിച്ചിത്താനം, എൻ ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. 2025-27 വർഷത്തെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഫസ്ലു റഹ്മാനെ പ്രസിഡന്റായും ബാബു കോട്ടപ്പാറയെ സെക്രട്ടറിയായും ടി വി മോഹനെ ട്രഷററായും തെരഞ്ഞെടുത്തു. സഹഭാരവാഹികളായി കെ എസ് ഹരിയെ വൈസ് പ്രസിഡന്റായും കെ വി ബൈജുവിനെ ജോയിന്റ് സെക്രട്ടറിയായും എം സുദിലിനെ ഓഡിറ്ററായും തെരഞ്ഞെടുത്തു. ടി കെ നാരായണൻ, ടി മുഹമ്മദ് അസ്ലം, മാനുവൽ കുറിച്ചിത്താനം, ജോയി മാരൂർ, അനിൽ പുളിക്കാൽ എന്നിവരാണ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ പ്രവർത്തക യോഗം കാഞ്ഞങ്ങാട് മേലാങ്കോട്ട് ലയൺസ് ഹാളിൽ വെച്ച് നടന്നു. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം എം ഷാജർ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ പ്രവർത്തക യോഗം കാഞ്ഞങ്ങാട് മേലാങ്കോട്ട് ലയൺസ് ഹാളിൽ വെച്ചാണ് നടന്നത്. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം എം ഷാജർ ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ച് രാജ്യത്തിന്റെ ഏത് ഭാഗത്തുള്ള ഡിവൈഎഫ്ഐക്കാരാണ് ഒരു വിഷയത്തിൽ അഭിപ്രായമായിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പലപ്പോഴും പല വിഷയങ്ങളിലും
രാജ്യത്തുള്ള വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ ഓരോ സംസ്ഥാനത്തും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ഏത് പ്രദേശത്തായാലും നമ്മുടെ നേതൃത്വത്തിൽ ഒറ്റ അഭിപ്രായം ഉണ്ടാകാറുള്ളൂ. അത് ഉക്രൈൻ്റെ കാര്യത്തിലായാലും റഷ്യയുടെ കാര്യത്തിലായാലും ഇസ്രായേലിൻ്റെ കാര്യത്തിലായാലും പലസ്തീൻ്റെ കാര്യത്തിലായാലും പാകിസ്ഥാനായാലും ചൈനയായാലും നമുക്ക് ഒറ്റ അഭിപ്രായം രൂപപ്പെടണമെങ്കിൽ നമുക്ക് സംഘടനാപരമായി നമ്മുടെ സഖാക്കളെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് നല്ലതാണ്. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാലു മാത്യു അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ കെ സബീഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി AV ശിവപ്രസാദ്, സാദിഖ് ചെറുകോളി എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് സ്വാഗതം പറഞ്ഞു. പഠനോപകരണ വിതരണവും അനുമോദന സദസ്സും പഠനോത്സവം ജൂൺ 10 വരെയുള്ള തീയതികളിലും +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഭാവി അക്കാദമിക് പ്രവർത്തനങ്ങളുടെ മുന്നൊരുക്കമെന്ന നിലയിൽ കരിയർ മാപ്പ് ജില്ലയിൽ സംഘടിപ്പിക്കും. യൂണിറ്റ് സമ്മേളനങ്ങൾക്ക് ജൂൺ ജൂലൈ മാസത്തിലും, മേഖലാ സമ്മേളനങ്ങൾ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലും, ബ്ലോക്ക് സമ്മേളനങ്ങൾ ഒക്ടോബർ നവംബർ മാസത്തിലും നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അഴീക്കോടൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 37ാം വാർഷിക ആഘോഷ പരിപാടികൾക്ക് സമാപനമായി. സമാപന സമ്മേളനം CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹനൻ ഉദ്ഘാടനം ചെയ്തു. രാവണേശ്വരം അഴീക്കോടൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 37ാം വാർഷികാഘോഷ പരിപാടികൾക്ക് സമാപനമായി. സമാപന സമ്മേളനം CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹനൻ ഉദ്ഘാടനം ചെയ്തു. സഖാവിനെ ഇരുത്തി കൂടുതൽ സമയമെടുത്ത് ഒരു പ്രസംഗം നടത്തുക എന്നുള്ളത് ഔചിത്യമല്ല എന്ന നല്ല ബോധ്യം എനിക്കുണ്ട്. കേരളത്തിലെ ഇടതുമുന്നണിയുടെ കൺവീനറും CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായിരിക്കെയാണ് സഖാവ് അഴീക്കോടൻ രാഘവൻ മൃഗീയമായിട്ട് കൊല്ലപ്പെട്ടത്. സംഘാടക സമിതി ചെയർമാൻ M. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രമുഖ പ്രഭാഷകൻ സജീവൻ ശ്രീകൃഷ്ണപുരം മുഖ്യപ്രഭാഷണം നടത്തി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. സബീഷ്, CPIM ചിത്താരി ലോക്കൽ സെക്രട്ടറി P. കൃഷ്ണൻ, മാക്കി ബ്രാഞ്ച് സെക്രട്ടറി P. അനീഷ്, വനിതാവേദി പ്രസിഡന്റ് ധന്യ അരവിന്ദൻ എന്നിവർ സംസാരിച്ചു. അഴീക്കോടൻ ക്ലബ് സെക്രട്ടറി KV വിനോദൻ സ്വാഗതവും പ്രസിഡന്റ് P. പ്രകാശൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് അഴീക്കോടൻ ക്ലബ് UAE കമ്മിറ്റി സ്പോൺസർ ചെയ്ത് അജേഷ് ബാലകൃഷ്ണൻ സംവിധാനം ചെയ്ത അഴീക്കോടൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രവർത്തകർ അവതരിപ്പിച്ച ഫ്യൂഷൻ ഡാൻസ് അരങ്ങേറി. കണ്ണൂർ അഹം ഫോക്ക് ബാൻഡ് അവതരിപ്പിച്ച കാഹളം നാടൻ പാട്ടും ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ക്ഷീരകർഷകരെ സമൂഹത്തിൽ ഉയർന്ന നിലയിലേക്ക് എത്തിക്കുകയെന്ന പ്രയത്നത്തിലാണ് സംസ്ഥാന സർക്കാർ എന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി. കേരളത്തിൽ പശുവളർത്തൽ ലാഭകരമല്ലെന്ന് പറയുന്നത് ശരിയല്ലെന്നും അവർ പറഞ്ഞു. ഇടയിലേക്കാട് ക്ഷീരസഹകരണ സംഘത്തിന്റെ ഹൈജീനിക് മിൽക്ക് കളക്ഷൻ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ വർഷം സംഘടിപ്പിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ക്ഷീരകർഷക സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. മനുഷ്യർക്ക് ലഭിക്കുന്ന തരത്തിൽ തന്നെ മൃഗങ്ങൾക്കും ചികിത്സ ഉറപ്പുവരുത്തുന്നതിന് വീട്ടുമുറ്റത്ത് സേവനവും മരുന്നുകളും എത്തിക്കുന്ന സംവിധാനം തുടങ്ങിയിട്ടുണ്ട്. ശസ്ത്രക്രിയ വരെ നടത്തുന്ന ഉപകരണങ്ങളും ജീവനക്കാരുമായി വാഹനങ്ങളിലൂടെ കർഷകരിലേക്ക് എത്തുകയാണ്. അന്യസംസ്ഥാനത്ത് നിന്നെത്തിക്കുന്ന ഉരുക്കളിൽ നിന്ന് കുറേ രോഗങ്ങൾ നമ്മുടെ നാട്ടിലെ പശുക്കളിൽ വരുന്നുണ്ട്. അത്തരം ഉരുക്കളെ 14 ദിവസം ക്വാറന്റൈൻ ചെയ്യിപ്പിച്ച് മാത്രമേ ഒരുമിച്ച് ചേർക്കാവൂ. നാട്ടിൽ ഇതിന് പരിഹാരം ലക്ഷ്യമിട്ട് വിവിധ ജില്ലകളിൽ കിടാരി പാർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 30 എണ്ണത്തെ വളർത്തി വിൽപ്പന നടത്തുന്നതിനാണ് നടപടി കൈക്കൊള്ളുന്നത്. കർഷകരെ സഹായിക്കാൻ സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അവ പ്രയോജനപ്പെടുത്താൻ കർഷകരും സംഘങ്ങളും മുന്നോട്ട് വരണം. പശുക്കളെ വാങ്ങാൻ പലിശരഹിത വായ്പ നൽകുന്നുണ്ട്. അത് ഉപയോഗപ്പെടുത്തണമെന്നും പാലുൽപാദനം കൂട്ടാൻ എല്ലാ ഭാഗത്തു നിന്നും ശ്രമം ഉണ്ടാക്കണമെന്നും മന്ത്രി പറഞ്ഞു. നിൽക്കുന്നത് പഞ്ചാബ് എന്ന് പറയുന്ന സംസ്ഥാനമാണ്. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനമാണ്. എങ്ങനെയാണ് കേരളത്തിന് 2ാം സ്ഥാനം എത്തിച്ചേരുവാൻ സാധിച്ചത് എന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ഇന്ന് 95% സങ്കര ഇനം പശുക്കളാണ്. നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചാൽ കേരളത്തിലെ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് ആവശ്യമുള്ള ബീജം കേരളത്തിൽ നമുക്ക് സ്വരൂപിക്കുവാനും അത് കേരളത്തിലെ ക്ഷീരകർഷകരിൽ എത്തിക്കുവാനും ആ ബീജ ഉൽപ്പാദനത്തിലൂടെ ഏറ്റവും നല്ല പശുക്കളെ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരുവാനും ഒക്കെ നമുക്ക് ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇടയിലേക്കാട് ക്ഷീര സഹകരണ സംഘം പരിസരത്ത് നടന്ന ചടങ്ങിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ അധ്യക്ഷത വഹിച്ചു.
ബ്ലോക്ക് പരിധിയിൽ ക്ഷീരമേഖലയിൽ മികവ് തെളിയിച്ച കർഷകരെ ആദരിച്ചു. ക്ഷീര കർഷകരെ സെമിനാറിൽ ഗുണമേന്മയുള്ള പാല് ഉൽപാദനത്തിലൂടെ മെച്ചപ്പെട്ട വരുമാനം എന്ന വിഷയത്തിൽ കാഞ്ഞങ്ങാട് ക്ഷീരവികസന ഓഫീസർ PV മനോജ് കുമാറും കന്നുകാലികളിലെ രോഗങ്ങളും പരിഹാര മാർഗങ്ങളും വിഷയത്തിൽ പഠനക്കാട് കാർഷിക കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വന്ദന മോഹനനും ക്ലാസ് എടുത്തു. സംഘാടക സമിതി ചെയർമാൻ K മധുസൂദനൻ, PP നാരായണൻ, K സുധാകരൻ, VV സജീവൻ, VK ഭാവ, AG അജിത് കുമാർ, PP പ്രസന്നകുമാരി, PV മുഹമ്മദ് അസ്ലം, PK ലക്ഷ്മി, ഡോക്ടർ സംഗീത മോഹനൻ, K രമ്യ, P ശ്യാമള, KV രജിത, M സുമേഷ്, K അനിൽകുമാർ, ഗാദർ പാണ്ഡ്യാല, K അജിത, PA രാജൻ, K സുമേശൻ, A മേഘ, K നാരായണൻ, M ഗംഗാധരൻ, K മനോഹരൻ, ഉസ്മാൻ പാണ്ഡ്യാല, VV കൃഷ്ണൻ, OK ബാലകൃഷ്ണൻ, PV ഗോവിന്ദൻ, N ദേവരാജൻ, M താരീഷ് കുമാർ, PV മനോജ് കുമാർ, PV രജിമ എന്നിവർ സംസാരിച്ചു. നീലേശ്വരം ബ്ലോക്കിന് കീഴിലുള്ള 35 ക്ഷീര സഹകരണ സംഘങ്ങളിൽ നിന്നായി 450 പ്രതിനിധികൾ സെമിനാറിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ശ്രീ മടിയൻകുലം നവീകരണ ഫണ്ടിലേക്ക് മടിയൻ കൈനാടൻ വീട് തറവാട് കമ്മിറ്റിയും മടിയൻകുലം മാതൃസമിതിയും ഫണ്ട് കൈമാറി. മടിയൻകുലം ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് നവീകരണ കമ്മിറ്റി ചെയർമാൻ K വേണുഗോപാലൻ നമ്പ്യാർ ഇരു ഫണ്ടുകളും ബന്ധപ്പെട്ട ഭാരവാഹികളിൽ നിന്നും ഏറ്റുവാങ്ങി. ശ്രീ മടിയൻകുലം നവീകരണ ഫണ്ടിലേക്ക് മടിയൻ കയനാടൻ തറവാട് കമ്മിറ്റി വക തുക ക്ഷേത്ര പരിസരത്ത് ചേർന്ന യോഗത്തിൽ വെച്ച് നവീകരണ കമ്മിറ്റി ചെയർമാൻ വേണുഗോപാലൻ നമ്പ്യാർ ഏറ്റുവാങ്ങി. കയനാടൻ തറവാട് കമ്മിറ്റി പ്രസിഡന്റ് ഗംഗാധരൻ ആലന്തട്ട, സെക്രട്ടറി രാധാകൃഷ്ണൻ തച്ചങ്ങാട്, ട്രഷറർ മനോഹരൻ, കാഞ്ഞങ്ങാട് സൗത്ത് മറ്റ് തറവാട്ടംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. കാളരാത്രിയമ്മ ക്ഷേത്രത്തിൽ മാതൃസമിതി പിച്ചള വാങ്ങുന്നതിനായി സ്വരൂപിച്ച തുകയിൽ അഡ്വാൻസ് തുകയും മാതൃസമിതി ഭാരവാഹികൾ നവീകരണ കമ്മിറ്റി ചെയർമാന് കൈമാറുകയും ചെയ്തു. യോഗത്തിൽ ചെയർമാൻ വേണുഗോപാലൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. വല്ലപ്പോഴും വരുമ്പോൾ ഞാനും കാണുന്ന അന്നത്തെ അവസ്ഥ ഇന്നത്തെ അവസ്ഥയായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കിയത് ചെയർമാൻ എന്ന നിലയിൽ ഞാനൊരു പക്ഷേ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ ഈ രംഗത്ത് സജീവമല്ല, എൻ്റേതായ ചില വ്യക്തിപരമായ അസുഖങ്ങൾ കാരണം. അപ്പോൾ അതിനൊക്കെ മുൻകൈയെടുത്ത് നിന്നത് ഇവരൊക്കെയാണ്. അവരുടെ അത്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു കാര്യം ഇവിടേക്ക് എത്തിച്ചത്. പക്ഷേ അവർ മാത്രം പരിശ്രമിച്ചതുകൊണ്ട് കാര്യമാവുന്നില്ല. ഒരുപാട് കഴകങ്ങളും തറവാട്ടുകാരിത ഇന്നിപ്പോൾ ഇവിടെ ഒരു തറവാട്, കൈനാടൻ തറവാട് ഒരു സംഖ്യ സ്വരൂപിച്ച് നൽകുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് പേരുടെ, നാട്ടുകാരുടെ, പ്രവാസികളുടെ ഒക്കെ സഹായ സഹകരണങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ നിലയിൽ ഈ ക്ഷേത്രം എത്തിക്കാൻ സാധിച്ചത്. ട്രസ്റ്റി ചെയർമാൻ VM ജയദേവൻ, ട്രസ്റ്റി അംഗം V നാരായണൻ, നവീകരണ കമ്മിറ്റി വൈസ് ചെയർമാൻ തോക്കാനം ഗോപാലൻ, V കമാരൻ, P ബാലകൃഷ്ണൻ, ഫൈനാൻസ് കമ്മിറ്റി ഭാരവാഹികൾ CV തമ്പാൻ, മനോഹരൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ആയമ്പാറ ശ്രീ വിഷ്ണുബാലവേദിയുടെ നേതൃത്വത്തിൽ പുല്ലൂർ പെരിയ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും 76 വയസ്സിലും പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന നാരായണി കുണ്ടൂരിനെ ആദരിച്ചു. SI സെലക്ഷൻ കിട്ടിയ K സംഗീതിനും USS സ്കോളർഷിപ്പ് കിട്ടിയ M കൃഷ്ണനന്ദയെയും അനുമോദിച്ചു. ആയമ്പാറ ശ്രീ വിഷ്ണു ബാലവേദിയുടെ നേതൃത്വത്തിൽ പുല്ലൂർ പെരിയ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും 76 വയസ്സിലും പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന നാരായണി കുണ്ടൂരിനെ ആദരിച്ചു. SI സെലക്ഷൻ കിട്ടിയ K സംഗീതിനും USS സ്കോളർഷിപ്പ് നേടിയ M കൃഷ്ണനന്ദയെയും അനുമോദിച്ചു. ഉദുമ MLA CS കുഞ്ഞമ്പു പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുറച്ച് മുമ്പ് കാലത്ത് സമ്പന്നന്മാരുടെ മക്കൾക്ക് വലിയ ഫീസ് കൊണ്ട് പഠിപ്പിക്കുന്ന ഒരു സാധനമായിരുന്നു അത്. കോവിഡ് കാലത്ത് അത് ജനകീയവൽക്കരിച്ച് നമ്മുടെ നാട്ടിൻപുറത്തെ കുട്ടികൾക്ക് വരെ ചെറിയ ഫീസിലൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. അങ്ങനെ പഠിച്ച കുട്ടികൾ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് മാത്തമാറ്റിക്സ് വെറും വിരൽ കൊണ്ടവർ നിങ്ങൾ ഏത് സംഖ്യ പറഞ്ഞാലും കൂട്ടിയിട്ട് കഴിച്ചിട്ട് കുടിച്ചിട്ട് വരുന്നു. അപ്പോൾ കാൽക്കുലേറ്റർ വേണ്ട, കാൽക്കുലേറ്റർ ഔട്ടായി. കൈകൊണ്ട് ബുദ്ധി കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റും. അത് അതിവേഗത്തിൽ ചെയ്യാൻ കഴിയും. അങ്ങനെ അതാണ് പരിശീലനം. അത് കൊടുക്കുന്നത്, അതാണ് അവിടെ സമ്മാനം കൊടുത്തിട്ടാണ് ഞാൻ വരുന്നത്. ഇവിടെ വന്നപ്പോൾ ബാഗ് വിതരണം ഒരു നല്ല ചടങ്ങാണെങ്കിലും അതിനേക്കാൾ ആകർഷണീയമായത് നാരായണനെട്ടി ആദരിക്കുന്നുണ്ടല്ലോ. കലാവേദി പ്രസിഡന്റ് വേലായുധൻ തോക്കാനം അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ലതാ രാഘവൻ, ജയദേവൻ കുണ്ടൂർ, ജയന്തി രാജൻ, V ഗോപാലൻ, കാഞ്ചന വേലായുധൻ, TV രാഘവൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ബാലവേദി കുട്ടികൾക്ക് സ്കൂൾ ബാഗ് വിതരണം ചെയ്തു. ബാലവേദി സെക്രട്ടറി V അനന്യ സ്വാഗതവും ശ്രീ വിഷ്ണു വനിതാവേദി സെക്രട്ടറി അനീധ്യ രജിത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
പേരിയ കരിങ്കല്ലിൽ കറുത്തമ്പൂ വായനശാല ആൻഡ് ഗ്രന്ഥാലയം ത്രിവേണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികാഘോഷത്തിന് തുടക്കമായി. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി VK മധു ഉദ്ഘാടനം നിർവഹിച്ചു. കരിങ്കല്ലിൽ കറുത്തമ്പൂ വായനശാല ആൻഡ് ഗ്രന്ഥാലയം ത്രിവേണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പേരിയയുടെ വാർഷികാഘോഷത്തിന് തുടക്കമായി. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി VK മധു ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്വേഷത്തിന്റെ, വിവേചനത്തിന്റെ ആശയശാസ്ത്രങ്ങൾ നമ്മൾ കാണാത്ത വഴികളിലൂടെ, നമ്മൾ അറിയാത്ത രീതിയിൽ കടന്നു വരുന്നു എന്ന യാഥാർത്ഥ്യം. അതിന് ഒരുപാട് സാധ്യതകളുണ്ട്. ഡിജിറ്റൽ മീഡിയ ഉണ്ട്, TV ഉണ്ട്, സീരിയലുകളുണ്ട്, സിനിമയുണ്ട്. ആ പല വഴികളിലൂടെ കടന്നു വരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ അറിയുന്നുണ്ട്. നമ്മുടെ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ പോലും നമുക്ക് പരസ്യമായി പ്രദർശിപ്പിക്കാനോ പറയാനോ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നു എന്നുള്ളതാണ് ഈ കാലത്തിന്റെ ഒരു പ്രത്യേകത. ഇപ്പൊ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന എമ്പുരാൻ സിനിമയുടെ ചരിത്രം നമുക്കറിയാമല്ലോ. കോടമ്പേളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ P മുഖ്യാതിഥിയായി പങ്കെടുത്തു. സംഘാടക സമിതി ചെയർമാൻ U നാരായണൻ നായർ അധ്യക്ഷത വഹിച്ചു. കപിൽ കുമാർ P റിപ്പോർട്ട് അവതരണം നടത്തി. മുൻകാല ക്ലബ് പ്രവർത്തകരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. PVK പനയാൽ, ശൈലജ അയ്യങ്കാവ്, അനിൽകുമാർ A, KV കുഞ്ഞിരാമൻ, അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, ഡോക്ടർ P പ്രഭാകരൻ, ജോസ് സെബാസ്റ്റ്യൻ, AR സോമൻ മാസ്റ്റർ, BK സുരേഷ് കുമാർ, രാജേന്ദ്രൻ അടുക്കം, ബാലകൃഷ്ണൻ E, P മുരളി പനങ്ങാട്, സുകുമാരൻ കാലിക്കടവ്, PJ വർഗീസ് എണ്ണപ്പാറ, P ഗോപാലൻ പേരിയ, രാജൻ NV ചീറ്റയിൽ, രഘു P എന്നിവർ സംസാരിച്ചു. P ഗോപി മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പേരിയ. CPIM മടിക്കൈ ലോക്കൽ കമ്മിറ്റി അംഗവും കർഷക സംഘം അമ്പലത്തുകര വില്ലേജ് സെക്രട്ടറിയുമായിരുന്ന P നാരായണൻ നായരുടെ സ്മരണയ്ക്ക് റാക്കോൾ 1 ബ്രാഞ്ച് ഓഫീസിനു വേണ്ടി നിർമ്മിച്ച നാരായണൻ നായർ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. മടിക്കൈ സർവീസ് സഹകരണ ബാങ്ക് വാച്ച്മാനും CPIM മടിക്കൈ ലോക്കൽ കമ്മിറ്റി അംഗവും കർഷക സംഘം അമ്പലത്തുകര വില്ലേജ് സെക്രട്ടറിയും നീലേശ്വരം ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന P നാരായണൻ നായരുടെ സ്മരണയ്ക്ക് റാക്കോൾ 1 ബ്രാഞ്ച് ഓഫീസിനു വേണ്ടി നിർമ്മിച്ച നാരായണൻ നായർ സ്മാരക മന്ദിരം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. മടിക്കൈ പഞ്ചായത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും മറ്റ് ബഹുജന പ്രസ്ഥാനങ്ങളുമൊക്കെ വളർത്തിയെടുക്കുന്നതിൽ ത്യാഗപൂർവം പ്രവർത്തിച്ചിട്ടുള്ള ശ്രീ നാരായണൻ നായർ അകാലത്താണ് നമ്മയൊക്കെ വിട്ടുപിരിഞ്ഞത്, രക്തസാക്ഷിത്വം വരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു സ്മാരക മന്ദിരം പണിയണമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചതാണ്. കുറച്ച് കാലതാമസം വന്നു എന്ന കാര്യം ഇവിടെ സൂചിപ്പിച്ചു. ഇപ്പോൾ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. അമ്പലത്തുകര ലോക്കൽ സെക്രട്ടറി O കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി. നാരായണൻ നായരുടെ ഫോട്ടോ ജില്ലാ കമ്മിറ്റി അംഗം C പ്രഭാകരനും കുഞ്ഞമ്പൂ മാഷുടെ ഫോട്ടോ ജില്ലാ കമ്മിറ്റി അംഗം P ബേബിയും അനാച്ഛാദനം ചെയ്തു. തുടർന്ന് ഭാരത് സേവക് സമാജ് നൽകുന്ന മികച്ച പൊതുപ്രവർത്തകനുള്ള പുരസ്കാരം ലഭിച്ച മടിക്കൈ ബാങ്ക് പ്രസിഡന്റ് K നാരായണൻ, കേരള സർവകലാശാലയിൽ നിന്നും സാഹിത്യത്തിൽ PhD നേടിയ ഡോക്ടർ P കൃഷ്ണദാസ്, ബംഗളൂരു ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിസിക്സിൽ PhD നേടിയ ഡോക്ടർ V അശ്വതി എന്നിവരെ CPIM നീലേശ്വരം ഏരിയ സെക്രട്ടറി M രാജൻ അനുമോദിച്ചു. M രാജൻ മടത്തിനാട്ട്, K നാരായണൻ, ശശീന്ദ്രൻ മടിക്കൈ, K സുജാത, K സാവിത്രി, AV ബാലകൃഷ്ണൻ, C ഗോപിനാഥൻ, M പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. K ഉണ്ണികൃഷ്ണൻ സ്വാഗതവും N രാഘവൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർ പെരിയ പഞ്ചായത്ത് 7-8 വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വർഷത്തെ ഹജ്ജിന് പോകുന്ന ഹജ്ജാജിമാർക്ക് യാത്രയയപ്പ് നൽകി. പുല്ലൂർ പെരിയ പഞ്ചായത്ത് 7-8 വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ വർഷത്തെ ഹജ്ജിന് പോകുന്ന ഹജ്ജാജിമാർക്ക് യാത്രയയപ്പ് നൽകിയത്. പ്രസിഡന്റ് മുനീർ തുരുത്തിയുടെ അധ്യക്ഷതയിൽ ജില്ലാ ലീഗ് ട്രഷറർ PM മുനീർ ഹാജി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, നമ്മൾ തമ്മിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇടപാടുകളുണ്ടെങ്കിൽ അത് മുഴുവനും പുറത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടിച്ചതിന് ശേഷമായിരിക്കണം ഹജ്ജിന് പോകേണ്ടത് എന്നാണ്.
അതിനുള്ളൊരു വേദിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം ഇവിടെ നാട്ടുകാരായ ആളുകളൊക്കെ ചേരുകയും ഒന്നിച്ച് പ്രവർത്തിക്കുകയും ഒന്നിച്ച് നടക്കുകയും ഒന്നിച്ച് കളിക്കുകയും ചിരിക്കുകയും ചെയ്ത ആളുകളൊക്കെ ഒരുമിച്ച് നിന്നാൽ അവരത് അന്യോന്യം എല്ലാവരും ഇവർക്ക് ആശംസകൾ അർപ്പിക്കുകയും അവരോട് ഇതുപോലെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയും അതുപോലെ തിരിച്ചും ദുആ കൊണ്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ അവരുടെ പൂർണ്ണമായ രീതിയിൽ സംശുദ്ധരായിട്ട് ഹജ്ജിന് പോകാൻ അവർക്ക് സാധിക്കും എന്നുള്ളതാണ്. റഹൂഫ് അഷ്റഫി പാറപ്പള്ളി പ്രാർത്ഥന നടത്തി. മുസ്തഫ പാറപ്പള്ളി, KMA റഹ്മാൻ, ഹമീദ് അമ്പലത്തറ, മനാഫ് കുണിയ, ഹമീദ് കുണിയ, KA റഹ്മാൻ, വനിതാ ലീഗ് പ്രസിഡന്റ് നസീറ ഉമ്മർ, സെക്രട്ടറി ആയിഷ നാസർ, പഞ്ചായത്ത് ട്രഷറർ നദീറ മുനീർ, ഷംലത്ത്, ബുഷ്ര റഫീഖ്, KK നാസർ, ഇബ്രാഹിം പാണത്തൂർ, ഹമീദ് TA എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി ഹസീനാർ കുണ്ടടുക്കം സ്വാഗതവും റഫീഖ് പാറപ്പള്ളി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രവും കരുണ ട്രസ്റ്റ് പള്ളിക്കരയും സംയുക്തമായി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ തറയുടെ കല്ലിടൽ കർമ്മം നടന്നു. ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രവും കരുണ ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് തച്ചങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ വിഷ്ണുജിത്തിന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടന്നു. MSS കാഞ്ഞങ്ങാട് മേഖലാ പ്രസിഡന്റും കാഞ്ഞങ്ങാട് ഇസ്ലാമിക് ചാരിറ്റി ട്രസ്റ്റ് ട്രഷററുമായ PK അബ്ദുള്ള ചിത്താരി നിർവഹിച്ചു. ഒരു പബ്ലിസിറ്റി എന്നുള്ള രൂപത്തിൽ ഞാൻ വരാറില്ല. എന്നിരുന്നാലും എനിക്ക് ഉമ്മൻചാണ്ടിയോട് മാനസികമായിട്ട് ഒരുപാട് സ്നേഹമുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ, അതുപോലെ തന്നെ നമ്മളെ രാഹുൽ മാങ്കൂട്ട്, ഇവരൊക്കെ ഞാൻ വളരെയധികം അവരൊക്കെ പോസ്റ്റുകളൊക്കെ വന്ന ഫേസ്ബുക്കിൽ ഞാൻ ഫോർവേഡ് ചെയ്യുന്ന ഒരാളാണ്. കാരണം ഒരുപാട് യുവാക്കന്മാർ കോൺഗ്രസിൻ്റെ സജീവ നേതാക്കളായിട്ടുള്ളത്. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാഹിബിനെ ഒരുപാട് നമുക്ക് പരിചയമുള്ളതാണ്. കാസർഗോഡ് ഒരുപാട് പാവപ്പെട്ടവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ശരിക്കും മുഖ്യമന്ത്രിയായ സമയത്തൊക്കെ മൂപ്പർ തുറന്ന സദസ്സിൽ വന്നിട്ട് ഒരുപാട് ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ നിറവേറ്റി പോയ ഒരു മനുഷ്യനാണ് എന്നുള്ള നിലയിലും, അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാഹിബിൻ്റെ അതേ രൂപത്തിൽ തന്നെ എനിക്ക് വരണമെന്നില്ല ആഗ്രഹം ഉണ്ടായിരുന്നു, വെള്ള തുണിയും വെള്ള ഷർട്ടെല്ലാം ഇട്ടിട്ട്. പക്ഷേ എന്നോട് പിന്നെ ഇങ്ങനെ ഒരു പരിപാടി ആയതുകൊണ്ട് കുറച്ച് ഇതിൽ വരണം എന്ന് പറഞ്ഞത് ഞാൻ പാൻറ്റും ഷർട്ട് ഇട്ട് വന്നു. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്നലെ വരെ ഞാൻ വിചാരിച്ചത് ഉമ്മൻചാണ്ടി സാഹിബിൻ്റെ അതേപോലെ തന്നെ ഒരു ഷൂവും അതുപോലെ തന്നെ വെള്ള തുണിയും വെള്ള ഷർട്ടും ഇട്ട് ഈ പരിപാടിയിലേക്ക് എത്തണമെന്നാണ് ഞാൻ വിചാരിച്ചത്. കെട്ടിട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ഹക്കീം കുന്നിൽ അധ്യക്ഷത വഹിച്ചു. VR വിദ്യാസാഗർ, രവീന്ദ്രൻ കരിച്ചേരി, റഷീദ് ഹാജി കല്ലിങ്കാൽ, കണ്ണൻ കരുവാക്കോട്, BT രമേശൻ, രാജേഷ് പള്ളിക്കര, K ദാമോദരൻ, P ശിവാനന്ദൻ, തച്ചങ്ങാട് ബാലകൃഷ്ണൻ, VV ബാലകൃഷ്ണൻ, പഞ്ചായത്ത് അംഗം P അബ്ബാസ്, MPM ഷാഫി, M ബാലകൃഷ്ണൻ, V ബാലകൃഷ്ണൻ നായർ, യശോദ നാരായണൻ, മഹേഷ് തച്ചങ്ങാട്, ശ്രീനിവാസൻ അരവത്ത്, അഖിലേഷ് തച്ചങ്ങാട്, ട്രസീന കരുവാക്കോട്, രമേശ് ബേക്കൽ, CK മുഹമ്മദ് കുഞ്ഞി, ദോസ്തി അബ്ദുൾ റഹ്മാൻ, ഇംതിയാസ് പള്ളിപ്പുഴ, റസാഖ് മാമു മഠത്തിൽ, V നാരായണൻ, പുഷ്പ തച്ചങ്ങാട്, V വേലായുധൻ, ജാഫർ കല്ലിങ്കാൽ, ധനഞ്ജയൻ കരുവാക്കോട്, ശാന്ത കരുവാക്കോട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൊളവയിൽ പ്രതിഭ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 32ാം വാർഷികാഘോഷത്തിന് സമാപനം. SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി PMR ഷോ ഉദ്ഘാടനം നിർവഹിച്ചു. കൊളവയിൽ പ്രതിഭ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 32ാം വാർഷികാഘോഷത്തിന് സമാപനമായി. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടന്നു. SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി PMR ഷോ ഉദ്ഘാടനം ചെയ്തു. പ്രതിഭ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 32 വയസ്സ് തികയുകയാണ്. കഴിഞ്ഞ 32 വർഷക്കാലം ഈ നാടിൻ്റെ കലാരംഗത്ത്, കായിക രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, ജീവകാരുണ്യ പ്രവർത്തന രംഗത്തൊക്കെ ഈ നാട്ടിലെ മനുഷ്യരെയാകെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് പ്രതിഭ നടത്തിയിട്ടുള്ള മുന്നേറ്റത്തിന്റെ പ്രതിഫലനാണ് ഈ വാർഷികാഘോഷ പരിപാടിക്കകത്ത്. പ്രതിഭ പ്രസിഡന്റ് സുഭാഷ് അധ്യക്ഷത വഹിച്ചു. CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി K രാജ്മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി. കാറ്റാടി കുമാരൻ, ഗംഗാധരൻ K, മധു കൊളവയൽ, രവി കൊളവയൽ, രാജേഷ് കാറ്റാടി, നിത്യ എന്നിവർ സംസാരിച്ചു. യദു കൊളവയൽ സ്വാഗതവും പ്രജീഷ് നന്ദിയും പറഞ്ഞു. തുടർന്ന് പ്രതിഭയുടെ കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിച്ച പ്രതിഭ ഫെസ്റ്റ് 2025 നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോസ്ദുർഗ് സാർവജനിക ഗണേശോത്സവത്തിന്റെ ഭാഗമായി ആഘോഷ സമിതി രൂപീകരണം നടന്നു.
ഓഗസ്റ്റ് 27, 28, 29 തീയതികളിലാണ് സാർവജനിക ശ്രീ ഗണേശോത്സവം നടക്കുന്നത്. ഹോസ്ദുർഗ് സാർവജനിക ശ്രീ ഗണേശോത്സവ സമിതിയുടെ ആഭിമുഖ്യത്തിൽ 21ാം സാർവജനിക ഗണേശോത്സവം ആഘോഷത്തിന്റെ ഭാഗമായി ആഘോഷ സമിതി രൂപീകരണം നടന്നു. ഓഗസ്റ്റ് 27, 28, 29 തീയതികളിലായാണ് സാർവജനിക ശ്രീ ഗണേശോത്സവം നടക്കുന്നത്. നിരവധി പ്രാദേശിക സമിതികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആഘോഷങ്ങളുടെ പൊലിമ കൂട്ടാനാണ് സമിതിയുടെ തീരുമാനമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നമ്മുടെ നാട് ഉത്സവങ്ങളുടെ നാടാണ്. ഭാരതം ഭക്തിക്കും അതുപോലെ യുക്തിക്കും ഒരേപോലെ പ്രാധാന്യം കൊടുക്കുന്നു. ആധ്യാത്മികതയും ഭൗതികതയും ഒരേപോലെ സമ്മേളിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് ഭാരതത്തിൻ്റേത്. ഹോസ്ദുർഗ് അമ്മനവർ ക്ഷേത്ര പരിസരത്ത് നടന്ന യോഗത്തിൽ സമിതി പ്രസിഡന്റ് KV ലക്ഷ്മണൻ അധ്യക്ഷനായി. രാഷ്ട്രീയ സ്വയംസേവാ സംഘം ജില്ലാ സഹസംഘചാലക് P. ഉണ്ണികൃഷ്ണൻ, രക്ഷാധികാരി P. ദാമോദര പണിക്കർ, ട്രഷറർ P. മുരളീധരൻ, നഗരസഭാ കൌൺസിലർ N. അശോക് കുമാർ എന്നിവർ സംസാരിച്ചു. സമിതി സെക്രട്ടറി B. ഗുരുദത്ത് റാവു സ്വാഗതം പറഞ്ഞു. ഭാരവാഹികളായി ഡോക്ടർ ശശിധർ റാവുവിനെ ചെയർമാനായും KV നായരെ വർക്കിംഗ് ചെയർമാനായും HR അരുൺകുമാറിനെ ജനറൽ കൺവീനറായും H. നിതിനെ ഖജാൻജിയായും K. സുജിതയെ മാതൃസമിതി കൺവീനറായും NT. സുനേഷിനെ യുവജന സമിതി കൺവീനറായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പൂച്ചക്കാട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. കലവറനിരക്കൽ ഘോഷയാത്ര എത്തി. പൂച്ചക്കാട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 18 മുതൽ 25 വരെ തീയതികളിലായാണ് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നത്. സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി കലവറനിരക്കൽ ഘോഷയാത്ര എത്തി. പൂച്ചക്കാട് തെക്കേക്കര പ്രാദേശിക സമിതി, കീക്കാൻ ചേറ്റുകുണ്ട് പ്രാദേശിക സമിതി, പൂച്ചക്കാട് മൊട്ടംചിറ പ്രാദേശിക സമിതി, തൊട്ടി കിഴക്കേക്കര അയ്യപ്പ ഭജന മന്ദിരം, പൂച്ചക്കാട് കിഴക്കേക്കര അയ്യപ്പ ഭജന മന്ദിരം, ചിത്താരിക്കടപ്പുറം കളരി ആഞ്ജനേയ മഠം എന്നിവിടങ്ങളിൽ നിന്ന് കലവറനിരക്കൽ ഘോഷയാത്ര എത്തി. യജ്ഞാചാര്യനും ക്ഷേത്രതന്ത്രിക്കും ആചാര്യ വരവേൽപ്പ് നൽകി. യജ്ഞവേദിയിൽ ക്ഷേത്രം തന്ത്രി KU പത്മനാഭ തന്ത്രി ഭദ്രദീപം തെളിയിച്ചു. മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് സപ്താഹം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബദിയടുക്കയിൽ വൻ MDMA വേട്ട. ലക്ഷങ്ങൾ വിലമതിക്കുന്ന MDMAയുമായി 23കാരൻ പോലീസ് പിടിയിൽ. നിരോധിത ലഹരി വസ്തുക്കൾ തടയിടുന്നതിന് കണ്ണൂർ റേഞ്ച് തലത്തിൽ നടക്കുന്ന കോമ്പിങ്ങിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് MDMAയുമായി യുവാവ് ബദിയടുക്ക പോലീസ് പിടിയിലാക്കുന്നത്. പരപ്പ ബ്ലോക്കിനെ ദേശീയ പുരസ്കാരത്തിന് അർഹമാക്കിയത് സമർപ്പണബോധവും ഉത്തരവാദിത്ത മനോഭാവവും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രധാനമന്ത്രിയുടെ മികച്ച പൊതുഭരണത്തിനുള്ള 2024 ദേശീയ പുരസ്കാരം നേടിയതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അനുമോദന യോഗവും ജനകീയാഘോഷവും ഉദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം ജനറൽ ബോഡി യോഗം നടന്നു. കാഞ്ഞങ്ങാട് നഗരത്തിൽ ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്ന് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. യോഗത്തിൽ വെച്ച് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. DYFI കാസർഗോഡ് ജില്ലാ പ്രവർത്തക യോഗം കാഞ്ഞങ്ങാട് മേലാങ്കോട്ട് ലയൺസ് ഹാളിൽ വെച്ച് നടന്നു. DYFI കേന്ദ്ര കമ്മിറ്റി അംഗം M. ഷാജർ ഉദ്ഘാടനം ചെയ്തു. അഴീക്കോടൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 37ാം വാർഷികാഘോഷ പരിപാടികൾക്ക് സമാപനമായി. സമാപന സമ്മേളനം CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് K. രാജ്മോഹൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷീരകർഷകരെ സമൂഹത്തിൽ ഉയർന്ന നിലയിലേക്ക് എത്തിക്കുകയെന്ന പ്രയത്നത്തിലാണ് സംസ്ഥാന സർക്കാർ എന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി. ശ്രീ മടിയൻകുലവും നവീകരണ ഫണ്ടിലേക്ക് മടിയൻ കൈനാടൻ വീട് തറവാട് കമ്മിറ്റിയും മടിയൻകുലവും മാതൃസമിതിയും ഫണ്ട് കൈമാറി. മടിയൻകുളം ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച നവീകരണ കമ്മിറ്റി ചെയർമാൻ K. വേണുഗോപാലൻ നമ്പ്യാർ ഇരു ഫണ്ടുകളും ബന്ധപ്പെട്ട ഭാരവാഹികളിൽ നിന്നും ഏറ്റുവാങ്ങി.
വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.